ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് ട്യൂഷൻ. നമ്മൾ സാധാരണ ഗൂഗിൾ ക്രോം ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ചില തമാശകൾ അല്ലെങ്കിൽ ചില ഫണ്ടുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ നമ്മൾ പലരും അത് ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇത് വളരെ രസകരമല്ല. അപ്പം നമുക്കാണെങ്കിലും ഫ്രീ ടൈമിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടത് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം കുറച്ച് തമാശകൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഗൂഗിൾ ക്രോം ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഞാനൊരു സെർച്ച് വേർഡിൽ നമുക്ക് കീവേഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. നമുക്ക് എന്തെങ്കിലും ഒരു ഫെസ്റ്റിവലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് ദീപാവലി, അതായത് ദീപാവലി എന്നുള്ള ഇതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ദീപാവലി ഫെസ്റ്റിവൽ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ദീപാവലി ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ഈ ദീപാവലി ഫെസ്റ്റിവലിൽ തൊട്ടടുത്തായിട്ട് ചെറിയൊരു സ്റ്റിക്കറായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു GF ഇമേജ് പോലൊരു കാര്യം കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ? അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ, നിങ്ങളുടെ സ്ക്രീന് നിറച്ചും, നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീന് നിറച്ചും ഇതേപോലെ വിളക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ അത് വിളക്ക് കത്താനും തുടങ്ങുന്നുണ്ട്, കണ്ടില്ലേ? ഇനി നിങ്ങൾ കൈകൊണ്ട് വിരലുകൊണ്ട് എവിടെ ടച്ച് ചെയ്താലും നമ്മുടെ സ്ക്രീനിൻ്റെ ഏത് ഭാഗത്ത് ടച്ച് ചെയ്താലും പുതിയ ഓരോരോ ലൈറ്റുകൾ അവിടെ വന്നിട്ട് കണ്ടില്ലേ, കത്തി കിടക്കുന്നുണ്ടല്ലേ? ഇത് നല്ലൊരു കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ലൊരു രസമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കാനൊക്കെ നല്ല രസകരമായിട്ടുള്ളൊരു ഫണ്ണായിട്ടുള്ളൊരു കാര്യം തന്നെയാണിത്. ഇനി നമുക്ക് രണ്ടാമതൊന്ന് നമുക്ക് നോക്കാം. രണ്ടാമത് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് അടുത്തൊരു ഫെസ്റ്റിവൽ ഒന്ന് ടൈപ്പ് ചെയ്യാം. ഹോളി നിന്ന് ടൈപ്പ് ചെയ്യാണ്. ഹോളി ഫെസ്റ്റിവൽ നമ്മളൊന്ന് ടൈപ്പ് ചെയ്യാണ്. ഹോളി ഫെസ്റ്റിവൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഹോളി ഫെസ്റ്റിവൽ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തു. അത് തൊട്ടടുത്ത് ഇവിടെ കണ്ടില്ലേ, ഹോളി ഫെസ്റ്റിവലിന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് കണ്ടില്ലേ ആ ഒരു GF ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം, കണ്ടില്ലേ? ഇനി അതിന് ശേഷം സ്ക്രീനിൽ ഒന്ന് വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഫുൾ കളർഫുൾ ആയിട്ട് നമ്മുടെ സ്ക്രീന് മാറുന്നത് കണ്ടില്ലേ? ജസ്റ്റ് ഒന്ന് ഓരോ സ്ക്രീനിൻ്റെ മേലെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ക്രീന് കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ പല കളേഴ്സുകൾ വന്ന് നിറയുകയാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് കിടക്കുക. അതിന് ശേഷം ഇവിടെ ഈ താഴെ കാണുന്ന ഈ ഒരു ഐക്കൺ കണ്ടില്ലേ, റൗണ്ട് ഐക്കൺ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇത് മുഴുവൻ ക്ലീൻ ആയിട്ട് വരികയും ചെയ്യും. കണ്ടില്ലേ, നല്ല അടിപൊളിയല്ലേ കാണാൻ? ഇനി അടുത്തതായിട്ട് അടുത്തൊരു കീവേഡ് ഞാൻ പറഞ്ഞുതരാണ്. അതൊന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. അടുത്ത് നമ്മൾ ഗൂഗിൾ ഒന്ന് ടൈപ്പ് ചെയ്തു. ഗൂഗിളിൽ നിന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രാവിറ്റി എന്ന് കൂടി ടൈപ്പ് ചെയ്തു. ഗൂഗിൾ ഗ്രാവിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് സൈറ്റുകൾ കാണും. ഇവിടെ താഴെ കാണുന്ന ഗൂഗിൾ ഗ്രാവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, കണ്ടില്ലേ? ഗൂഗിൾ ഒട്ടാകെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുന്ന രീതിയിലുള്ള, കണ്ടില്ലേ? ഇനി നിങ്ങൾ നിങ്ങളുടെ വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ പീസുകളായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തെറിച്ചു പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കണ്ടില്ലേ? ഇനി അടുത്തതായിട്ട് ഗൂഗിളിൽ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ കാണിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോണിലൊന്ന് ചെയ്ത് നോക്കുക. അടുത്തായിട്ട് നമുക്ക് അടുത്തൊരു ഫെസ്റ്റിവൽ നമുക്കൊന്നുകൂടി ടൈപ്പ് ചെയ്യാം. ക്രിസ്മസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തു. ക്രിസ്മസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് കണ്ടില്ലേ ഒരു ഇമേജ്, GF ഇമേജ്, ഒരു ഗിഫ്റ്റ് ബോക്സ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ക്രിസ്മസ് പപ്പ പാരഷൂട്ടിൽ വരുന്ന രീതിയിൽ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതൊക്കെ നമുക്കും നമ്മുടെ ഫ്രണ്ട്സിനും കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്തല്ലേ നമുക്ക് തന്നെ ഫെസ്റ്റിവൽ സമയത്തൊക്കെ അത് കാണുമ്പോൾ നല്ല രസമാണ് അല്ലേ? ഇനി അടുത്തതായിട്ടുള്ള അടുത്ത ഫണ്ട് നമുക്ക് കാണിച്ചു തരാം. അതിനായി നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ബാരൽ റോൾ എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. ബാരൽ റോൾ എന്ന് ടൈപ്പ് ചെയ്യാം. ബാരൽ റോൾ ടൈപ്പ് ചെയ്താൽ നല്ല രസമാണത് കാണാൻ. ബാരൽ റോൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ബാരൽ റോള് കാണിക്കുന്നുണ്ട് അല്ലേ? ഡു എ ബാരൽ റോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, നമ്മുടെ സ്ക്രീന് മൊത്തമായിട്ട്, ഗൂഗിളിൻ്റെ സ്ക്രീന് മൊത്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യാണ്. ബാരൽ റോൾ കൊടുത്താൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ ബാരൽ റോളിൻ്റെ താഴെ തന്നെ ആയിട്ട് 20 ടൈംസ് കാണിക്കുന്നുണ്ട്. ആ 20 ടൈംസ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ എന്താ മാറ്റം വരുന്നത് നോക്കൂ. നല്ല ഫണ്ണാണ് കാണാൻ. 20 ടൈംസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, സ്ക്രീന് മൊത്തത്തിൽ 20 തവണ കറങ്ങാണ് ചെയ്യുന്നത്. നല്ല രസമാണല്ലേ കാണാൻ? ഇനി അടുത്തായിട്ട് നമുക്കൊന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ കാണാം, ഇവിടെ 56 ടൈംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 56 തവണ ഹൈ സ്പീഡിൽ നമ്മുടെ ഗൂഗിളിൻ്റെ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യുക. ഇതെല്ലാം നിങ്ങളുടെ ഫോണിലൊന്ന് ഈ തമാശകളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കും.
എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലൊക്കെ ഒന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കി നോക്കൂ. നിങ്ങളുടെ മക്കൾക്കാണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് നല്ലപോലെ ഷൈൻ ചെയ്യാൻ സാധിക്കും. ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എല്ലാ ദിവസവും ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.